സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം, അത് മുൻകാല പ്രധാനമന്ത്രിമാർ നടത്തിയ പ്രസംഗത്തിനപ്പുറം നിരവധി പ്രസക്തമായ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർ പലപ്പോഴും നടത്തിയിട്ടുള്ളത് അതൊരു സ്വാതന്ത്ര്യദിന പ്രസംഗം മാത്രമായിട്ട് അതങ്ങ് പര്യവസാനിക്കും. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട അതിപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചില പ്രയത്നവുമാണ് നടത്തേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, സ്വതന്ത്ര ഇന്ത്യയുടെ 78ാമത്തെ പിറന്നാളാണെന്ന് ആഘോഷിക്കുന്നത്. നമ്മൾ 79ലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. രാഷ്ട്രം വിവിധ കാര്യങ്ങളിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കെ, എന്നാൽ രാഷ്ട്രത്തിൽ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിലെ 12ാമത്തെ വർഷം 103 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗമാണ് നടത്തിയത്. ഇന്ന് വരെ സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇത്ര ദൈർഘ്യമേറിയ ഒരു പ്രസംഗം നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇത്ര ദൈർഘ്യമേറിയ വീക്ഷണത്തോടു കൂടിയ ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല. കുറഞ്ഞതൊരു 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾക്ക് കൂടെയാണ് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം ഊന്നി പറഞ്ഞത് ആത്മനിർഭർ ഭാരതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇന്ത്യ മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ്. നമ്മൾ നമുക്ക് വേണ്ടതെല്ലാം ഉൽപ്പാദിപ്പിക്കും. യുവാക്കളോട് അദ്ദേഹം പറഞ്ഞത് 1,00,000 കോടി രൂപ നിങ്ങൾക്ക് സ്വയം പര്യാപ്തമായ ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് തരും, നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ്സുകൾ ആരംഭിക്കാനായിട്ട് തരുമെന്നവിടെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യത്തിൻ്റെ പരമാധികാരം, പരമോന്നതമായ സുരക്ഷിതത്വം. അത് അദ്ദേഹം ഊന്നി പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ആത്മനിർഭർ ഭാരതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് വേണ്ട എല്ലാ ആയുധ ഉപകരണങ്ങളും മോഡേൺ ടെക്നോളജി കൂടി ഉൽപ്പാദിപ്പിക്കും. അത് നമ്മുടെ യുവാക്കളോട് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ജെറ്റ് എൻജിൻ ഉൾപ്പെടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ സുദർശന ചക്രം കൊണ്ട് ഇന്ത്യയെ മുഴുവൻ ഒരു കവചം തീർക്കും, ഒരു സുദർശന കവചം, സുരക്ഷിത കവചം ഇന്ത്യ മുഴുവൻ തീർക്കാനായിട്ടും പദ്ധതിയുണ്ട്. അതൊരു 10 വർഷം ദീർഘമുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് തുടങ്ങി പിന്നെ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും വളരെ സാരമായി ബാധിക്കുന്ന ഈ ടാരിഫ് പദ്ധതി ഒരു കാരണവശാലും നമ്മൾ ട്രംപിന് മുന്നിൽ അനുവദിച്ചു കൊടുക്കാൻ പോണില്ല എന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനോട് പറഞ്ഞു, അണുബോംബ് ഭീഷണിയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട, ഒഴുകുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ജലം കിട്ടില്ല. ആ കരാർ എന്ന് പറയുന്നത് ഏകപക്ഷീയമായ കരാറാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് അത്തരത്തിൽ ഒരു കാര്യത്തിനും നിങ്ങൾ ഞങ്ങളെ സമീപിക്കേണ്ടതില്ല. ഇന്ത്യയുടെ സൈനിക ഉദ്യോഗസ്ഥരെ മുഴുവൻ അദ്ദേഹം സൈന്യത്തെയും മുഴുവൻ അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ ടെററിസം വളരുന്ന കേന്ദ്രങ്ങൾ തപ്പിപ്പിടിച്ച് നശിപ്പിച്ചത്. മറ്റൊരു മുദ്രാവാക്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആര് തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നോ, ആളും പണവും എല്ലാം നൽകുന്നോ, അവരെയും ഞങ്ങൾ തകർത്തിരിക്കും. അങ്ങനെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന നിരവധി കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഊർജ സ്വാശ്രയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. സോളാർ, ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ തുടങ്ങിയവ സ്വകാര്യ മേഖലയിൽ വരുന്നതിനോടൊപ്പം നമ്മൾ 10 ആണവോർജ നിലയങ്ങൾ പ്രധാനപ്പെട്ടവ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഊർജ മേഖലയിൽ വലിയ ഒരു മുതൽക്കൂട്ടാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വാശ്രയ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം വികസിപ്പിച്ചെടുക്കുന്നതും അതിനുവേണ്ട സൗകര്യം എന്ന നിലയ്ക്ക് GST ഒരു മോഡേണൈസ് ചെയ്യുന്നതും, ന്യൂ ജനറേഷന് വേണ്ടി GST സിസ്റ്റം 3 ടയർ സിസ്റ്റം ആരംഭിക്കുന്നതിനും 2 ടയർ സിസ്റ്റം ആരംഭിക്കുന്നതിനും അതിൻ്റെ 3 പില്ലേഴ്സ് ബേസിക് ആയിക്കൊണ്ട് ചില കാര്യങ്ങൾ
ദീപാവലിക്ക് ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനമായി അദ്ദേഹം നൽകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദീപാവലി സമയമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു GST പദ്ധതി നമ്മുടെ മുമ്പാകെ വയ്ക്കും. സാധാരണക്കാരന് വില കുറച്ച് ആഹാരം ഉൾപ്പെടെ വസ്ത്രം ഉൾപ്പെടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കെല്ലാം കൈനീട്ടി വാങ്ങാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരിക്കും അത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ചില കാറ്റഗറികൾക്ക് മറ്റൊരു ടേബിളും ഉണ്ടാവും. അങ്ങനെ ഒരു 2 ടയർ സിസ്റ്റം 3 പില്ലറിൽ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനാണ് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ സ്പേസ് ഷട്ടിൽ സ്പേസ് സ്റ്റേഷൻ വരെ നമ്മൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടേതായ ഒരു സ്പേസ് സ്റ്റേഷൻ, അത് ഇന്ന് റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കുമൊക്കെ മാത്രം ഏതാണ്ട് കുത്തകയായി നിൽക്കുന്ന ആ സ്പേസ് സെക്ടറിലേക്ക് നമ്മൾ കടന്നുകൊണ്ട് നമ്മുടേതായ ഒരു ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യക്കാരന് കർഷകന്റെ മണ്ണിൽ നിന്ന് തുടങ്ങി മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് തുടങ്ങി നമ്മൾ ഉയർന്നുയർന്ന് സ്പേസ് സ്റ്റേഷൻ വരെ എത്തുന്ന വിവിധ പദ്ധതികളാണ് അദ്ദേഹം നമുക്ക് മുമ്പാകെ ആവിഷ്കരിച്ചിരിക്കുന്നത്. യുവാക്കൾക്ക് ഏറ്റവും രോമാഞ്ചം വരുന്ന പദ്ധതിയാണ് 1,00,000 കോടിയുടെ സാമ്പത്തിക സഹായം നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് മിഷനുകൾക്ക് തരാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നു, സ്വന്തമായി നിങ്ങൾ സോഷ്യൽ മീഡിയ സെറ്റപ്പുകൾ ഉണ്ടാക്കണം. നമ്മൾ വിദേശ മീഡിയകളെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യയുടേതായ സോഷ്യൽ മീഡിയ സെറ്റപ്പുകൾ ഉണ്ടാക്കണം. UPI അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, 146 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രത്തിൽ UPI പോലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിടത്ത് വളരെ സുഗമമായി സ്മൂത്തായി നടക്കുന്ന ഒരു പദ്ധതി ലോകത്തിന് മാതൃകയാണ്, ഇന്ത്യക്ക് അഭിമാനമാണ്. അങ്ങനെ ഇന്ത്യയുടെ അതിർത്തി, ഇന്ത്യയുടെ അന്തർദേശീയ പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ ദേശീയ പ്രശ്നങ്ങൾ എല്ലാം അദ്ദേഹം വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, നുഴഞ്ഞു കയറ്റക്കാരെ അകത്ത് കയറാൻ സമ്മതിക്കുന്ന പ്രശ്നം ഇനിയില്ല. ഉള്ള നുഴഞ്ഞു കയറ്റക്കാരെയും നമ്മൾ ഇവിടെ നിന്ന് തുരത്തും. കാരണം നമ്മുടെ ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് അവർ തട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് വിദേശികൾ ആരും തന്നെ ഇന്ത്യൻ മണ്ണിൽ നിലനിൽക്കാൻ ഇട നൽകില്ല. നമ്മുടെ ആൾക്കാർക്ക് നൽകാനുള്ള ഭക്ഷണം, നമ്മുടെ ആൾക്കാർക്ക് നൽകാനുള്ള സംരക്ഷണം, സുരക്ഷിതത്വം, അവരുടെ ഭാവി, ഇതൊക്കെയാണ് ഇന്ത്യയുടെ 79ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ, ആധുനിക ഇന്ത്യയുടെ 79ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനോട് കിടപിടിക്കുന്ന പ്രതിരോധ സംവിധാനമാകും സുദർശന ചക്രം എന്ന് എടുത്തു പറയും. അത് 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ 2035 ഇസ്രായേലിന് എളുപ്പമാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ അല്ലെങ്കിൽ ഒരു ശകലം കൂടെ വരുന്ന ഭാഗമേ അവർക്കുള്ളൂ ഇസ്രായേലിന്. അവിടെ ഗോൾഡൻ ഡോമും അയൺ ഡോമും ഒക്കെ വേണേലും ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് യൂറോപ്പ് പോലെ വലിയ ഒരു രാജ്യമാണ്, ഒരു ഭൂഖണ്ഡമാണ്. നമ്മുടെ 28 സംസ്ഥാനങ്ങളും 28 രാജ്യങ്ങളായിട്ട് വേണമെങ്കിൽ കാണാം. അത്രയ്ക്ക് വിപുലമായ പോപ്പുലേഷനുള്ള സ്ഥലമാണ് നമ്മുടേത്. അവിടെ നമുക്ക് ഒരു സുരക്ഷിത കവചം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷിത കവചമായിരിക്കും. അത് 10 വർഷത്തിനുള്ളിൽ നമ്മളത് ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കുട്ടികളോട് ഡിഫൻസ് ടെക്നോളജിയിൽ കൂടുതൽ റിസർച്ച് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പുതിയ പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ജെറ്റ് വിമാനങ്ങൾ, വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇപ്പം തന്നെ 300ഓളം സ്റ്റാർട്ടപ്പ് പദ്ധതികൾ അദ്ദേഹം കുട്ടികൾക്കായിട്ട് നൽകി കഴിഞ്ഞു. അവർക്ക് പ്രോത്സാഹനം നൽകി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എവിടത്തേക്കെന്ന് അറിയാമോ? സ്പേസിലേക്ക് 300ഓളം സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഡ്രോണിനെയൊക്കെ തകർത്തിട്ടത് നമ്മുടെ ഇത്തരം ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളിലും. അപ്പോൾ അതുപോലെ പുതിയ പുതിയ പദ്ധതികൾ, പുതിയ സ്കീമുകൾ ഒക്കെ കൊണ്ടുവരുന്നതിനോടൊപ്പം അയൽ രാജ്യങ്ങളോട് നമ്മൾ വളരെ ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു. ഒന്ന്, തീവ്രവാദ നുഴഞ്ഞുകയറ്റം വേണ്ട. രണ്ടാമത്,
പല രാജ്യത്തു നിന്നും ഇവിടെ നുഴഞ്ഞു കയറി നമ്മുടെ ഭക്ഷണം അടിച്ചു മാറ്റുന്ന പദ്ധതിയും ഇനി നടക്കില്ല. ഇന്ത്യയെ ഓർഡറിലാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് RSSന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു. അത് കോൺഗ്രസിനും SP-ക്കും TMC-ക്കും ഒക്കെ വലിയ വിഷമമായിട്ടുണ്ട്. അവരെല്ലാം അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നുഴഞ്ഞു കയറ്റക്കാരെ നമ്മൾ നിയന്ത്രിക്കും എന്ന് പറഞ്ഞതിലും TMC-ക്ക് വലിയ വിഷമമുണ്ട്. മമതാ ബാനർജിക്ക് സങ്കടമുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഭക്ഷണം തട്ടിപ്പറിക്കുന്ന ആരെയും നമ്മളിവിടെ വരാൻ അനുവദിക്കില്ല. ഈ രാജ്യത്തിന് സുരക്ഷിതത്വം, ഈ രാജ്യത്തിന് ഭക്ഷ്യ സുരക്ഷിതത്വം ഒക്കെയാണ് ആവശ്യം. ടാരിഫ് പ്രശ്നത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കുന്ന നയം നമ്മൾ തുടരും. അന്തകവിത്തടക്കമുള്ളവ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അതിൽ നമ്മൾ മുട്ടുമടക്കില്ല എന്ന് അദ്ദേഹം അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം 103 മിനിറ്റ് ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ നിന്ന് നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ അതിൻ്റെ ദൈർഘ്യമല്ല പ്രശ്നം, ആ ദൈർഘ്യത്തിൻ്റെ നോടൊപ്പം അതിൻ്റെ ഉൾക്കാമ്പ്, സത്ത, അതാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് ആബാലവൃദ്ധം ജനങ്ങളെയും സ്പർശിക്കുന്ന, അവരുടെ ജീവിതം ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടത്, ഭാവി സുരക്ഷിതമാക്കുന്നതിന്. നമ്മുടെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. 35 വയസ്സിന് അടുത്ത പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ ലോകത്തുള്ള ഒരു രാജ്യം നമ്മളാണ്. അപ്പം അവരുടെയൊക്കെ സുരക്ഷിതത്വം, അവരുടെയൊക്കെ ഭാവി, അവരുടെയൊക്കെ തൊഴിൽ എന്നിവയ്ക്കെല്ലാം വളരെയധികം സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് പുതിയ ഇന്ത്യയിലേക്ക് നമ്മൾ നീങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.